നമ്മുടെ പ്രധാനമന്ത്രി ധ്യാനം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ 45 മണിക്കൂർ നീളുന്ന ഒരു ധ്യാനത്തിലാണ് പ്രധാനമന്ത്രി ഉള്ളത്. ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി സൂര്യോദയം ആസ്വദിച്ച് അദ്ദേഹം കന്യാകുമാരിയിൽ ധ്യാനം തുടരുന്നു എന്നാണ്. നമ്മുടെ അല്ലമീൻ അവിടെ കന്യാകുമാരിയിലുണ്ട്. ഇന്നലെ മുതൽ തന്നെ അല്ലമീൻ അവിടെയുണ്ട്. അല്ലമീൻ, ഇപ്പോൾ എന്താണ് കന്യാകുമാരിയിൽ നിന്നുള്ള ഒരു അവിടെ നിന്ന് അല്ലമീന് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? രഞ്ജിത്തെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരിയിലാണ്. കന്യാകുമാരിയിൽ സൂര്യോദയം കാണാനായിട്ട് രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്നതാണ്. അപ്പോൾ സൂര്യോദയം കാണാൻ മറ്റൊരാൾ കൂടി പുറത്തുള്ള കാഴ്ചയാണ് നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞത്. ധ്യാന നിമഗ്നനാകുന്നതിന് വേണ്ടി കന്യാകുമാരി വിവേകാനന്ദ പാറയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിരാവിലെ തന്നെ എഴുന്നേറ്റ് വിവേകാനന്ദ പാറയിലെ ഈ ധ്യാന കേന്ദ്രത്തിന് പുറത്ത് വന്ന് സൂര്യോദയം ആസ്വദിക്കുന്ന ഒരു കാഴ്ചയാണ്. കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ സെഷനും നടക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വിദൂര ദൃശ്യങ്ങളാണ്, ഒരുപാട് അകലെയാണ്, തൊട്ടടുത്ത് പോയി എടുക്കാനൊന്നും പറ്റത്തില്ല, സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട്. പക്ഷേ ആ വിദൂര ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. കാഷായ വേഷം ധരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ തിരിച്ച് ആ സൂര്യോദയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ അരമണിക്കൂറിലേറെയായി പ്രധാനമന്ത്രി ആ സൂര്യോദയം ആസ്വദിക്കുകയായിരുന്നു. അതിനുശേഷം ആ സൂര്യോദയമൊക്കെ കണ്ടതിന് ശേഷം ഇപ്പോൾ വീണ്ടും വിവേകാനന്ദ പാറയിലെ വിവേകാനന്ദ സ്മാരക കേന്ദ്രത്തിലേക്ക് പ്രധാനമന്ത്രിയും പോകുന്ന ദൃശ്യങ്ങളാണ്. അദ്ദേഹം കാഷായ വേഷം ധരിച്ചാണ് രാവിലെ പുറത്തിറങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നലെ അദ്ദേഹം ഇവിടേക്ക് വന്നപ്പോൾ, കന്യാകുമാരിയിലേക്ക് വന്നപ്പോൾ ശുഭ്രവസ്ത്രധാരിയായിട്ടാണ് ക്ഷേത്ര ദർശനം നടത്തിയത്. അതിനുശേഷം അദ്ദേഹം ഈ സ്മാരക കേന്ദ്രത്തിലേക്ക് വന്നപ്പോഴും വെള്ള വസ്ത്രങ്ങൾ ധരിച്ചായിരുന്നു പോയത്. അതിനുശേഷം ധ്യാനത്തിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം കാഷായ വേഷം ധരിച്ചുകൊണ്ടാണ് ആ ധ്യാനം ആരംഭിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. കേന്ദ്രത്തിന് പുറത്തുനിന്ന്, കടൽ തീരത്തുനിന്ന് സൂര്യോദയം ആസ്വദിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഫോട്ടോ സെഷനും നടക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ അതും കാണാം. നിരവധി ഫോട്ടോഗ്രാഫേഴ്സ്, അദ്ദേഹത്തിന്റെ വീഡിയോഗ്രാഫേഴ്സ് ആ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്. നമുക്കറിയാം, സാധാരണ അദ്ദേഹത്തിന്റെ എല്ലാ പരിപാടികളും അദ്ദേഹത്തിന്റെ സ്വന്തം ടീം തന്നെ അത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തി പുറത്തുവിടലാണ് പതിവ്. അത് ഇവിടെയും തെറ്റിയിട്ടില്ല, അത് ആവർത്തിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ആ സ്മാരക കേന്ദ്രത്തിനകത്തേക്ക്, ധ്യാന കേന്ദ്രത്തിനകത്തേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം ക്യാമറകൾക്ക് അഭിമുഖീകരിച്ചുകൊണ്ട്, ക്യാമറകളെ സംബോധന ചെയ്തുകൊണ്ട് അവിടെ എന്തോ ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അവിടെ ഒരു കറുത്ത ക്ഷേത്ര മതിൽ നമുക്ക് കാണാം, ഒരു കറുത്ത ക്ഷേത്ര കെട്ടിടം നമുക്ക് കാണാം. അതിനപ്പുറത്തേക്ക് അദ്ദേഹം നമ്മുടെ കാണാമറയത്തേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫേഴ്സിനെയും വീഡിയോഗ്രാഫേഴ്സിനെയും നമുക്ക് കാണാനാകും. ഒരുപക്ഷെ അദ്ദേഹം നമ്മുടെ ദൃശ്യങ്ങളിലേക്ക് വന്നേക്കാം. വീണ്ടും അദ്ദേഹം ആ ധ്യാന കേന്ദ്രത്തിലേക്ക് പടിക്കെട്ടുകൾ കയറി വിവേകാനന്ദ സ്മാരക കേന്ദ്രത്തിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. 2 ദിവസത്തെ ധ്യാനത്തിനു വേണ്ടിയാണ് പ്രധാനമന്ത്രി ഇന്നലെ കന്യാകുമാരിയിലെത്തിയത്. ഇന്നലെ 6 മണിയോടുകൂടി അദ്ദേഹം ഈ വിവേകാനന്ദ സ്മാരക കേന്ദ്രത്തിലേക്ക്, ധ്യാന കേന്ദ്രത്തിലേക്ക് അദ്ദേഹം കയറിയിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം ധ്യാനം ആരംഭിക്കുകയും ചെയ്തു. നാളെ വൈകുന്നേരം 3:30 ധ്യാനം അവസാനിപ്പിച്ച് അദ്ദേഹം മടങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഏതാണ്ട് 45 മണിക്കൂറിലേറെ നേരം അദ്ദേഹം ഈ സ്മാരക കേന്ദ്രത്തിലുണ്ടാകും. അദ്ദേഹത്തിന്റെ ധ്യാനം തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നതും. ഏറെ നേരം അദ്ദേഹം ആ സ്മാരക കേന്ദ്രത്തിന് പുറത്തുള്ള ആ സൂര്യോദയം കാണാനാകുന്ന വിധത്തിൽ അദ്ദേഹം അവിടെ നിൽക്കുകയായിരുന്നു. നിരവധി വിദേശ സഞ്ചാരികളും ടൂറിസ്റ്റുകളുമൊക്കെ മറ്റൊരു ഭാഗത്ത് ഈ സുരക്ഷ മാനിച്ചുകൊണ്ട് ഒരുപാട് അടുത്തേക്കൊന്നും എത്തിക്കില്ല. എന്നാലും സൂര്യോദയം കാണാൻ തക്ക വിധത്തിൽ നിരവധി സഞ്ചാരികളും ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അവരുടെയൊന്നും ശ്രദ്ധയിലേക്ക് മോദി പെടുകയോ അല്ലെങ്കിൽ അവരുടെയൊന്നും നോട്ടമോ അവരുടെയും ചർച്ചയായി മോദി മാറിയിട്ടില്ല. കാരണം അവരെല്ലാം ഈ സൂര്യോദയം ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു. വിദൂര ദൃശ്യമായതുകൊണ്ടും ഒരുപാട് അകലെ ആയതുകൊണ്ടും പെട്ടെന്നത് മോദിയാണോ അല്ലെങ്കിൽ മോദി പുറത്തുണ്ടോ എന്നൊന്നും വ്യക്തമാവില്ല. പക്ഷേ അദ്ദേഹം വീണ്ടും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹം വലയം ചെയ്യുകയാണ്. ആ ധ്യാന കേന്ദ്രത്തെ വലയം ചെയ്തു വരുന്നത് നമുക്ക് കാണാനാകും. രാവിലെ എഴുന്നേറ്റ് സൂര്യോദയം ആസ്വദിച്ച് അതിനുശേഷം വിവേകാനന്ദ സ്മാരക കേന്ദ്രം വലയം വെച്ച് വരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ ദൃശ്യങ്ങളിൽ പതിഞ്ഞിരിക്കുന്നത്. കാഷായ വേഷം ധരിച്ച് അദ്ദേഹം ആ ധ്യാന കേന്ദ്രത്തിനകത്തേക്ക് കയറുന്ന കാഴ്ച കൂടി നമുക്ക് കാണാനാകും. അദ്ദേഹം ഇന്നലെയും ഇതുപോലെയായിരുന്നു. ഇന്നലെ അദ്ദേഹം വന്ന് വിവേകാനന്ദ സ്മാരക കേന്ദ്രത്തിനകത്തേക്ക് കയറി കുറച്ചു നേരം അകത്ത് ചിലവഴിച്ച് അവിടെയുള്ള വിവേകാനന്ദ സ്മാരകത്തിലും വിവേകാനന്ദ ഛായാചിത്രത്തിലും വിവേകാനന്ദ പ്രതിമയ്ക്കുമൊക്കെ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും പുറത്തിറങ്ങി ആ സ്മാരകത്തെ വലയം വയ്ക്കുന്ന കാഴ്ച ഇന്നലെയും നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ അദ്ദേഹം ധ്യാനത്തിലേക്ക് കടന്നതിന് ശേഷം കാഷായ വസ്ത്രം ധരിച്ച് അദ്ദേഹം പുറത്തിറങ്ങിയതിനു ശേഷം വീണ്ടും ആ ധ്യാന കേന്ദ്രം വലയം വയ്ക്കുന്ന കാഴ്ച കൂടിയാണ് ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ജപമാലയുമുണ്ട്. ആ ജപമാലയും ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ നിൽക്കുന്നത്. നമ്മൾ നേരത്തെ അദ്ദേഹം നിന്നപ്പോൾ തന്നെ നോക്കിയിരുന്നു. ഒരു വേള
അദ്ദേഹം സ്വന്തമായി മൊബൈലിൽ സെൽഫി എടുക്കുകയാണോ, ദൃശ്യങ്ങൾ എടുക്കുകയാണോ എന്നതുപോലെ നമുക്ക് സംശയം തോന്നി. കാരണം ആ രീതിയിൽ അദ്ദേഹം നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ ക്യാമറയുടെ ക്ലോസ് ഷോട്ട് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ ജപമാലയുണ്ട്. ആ ജപമാലയും ഏന്തിയാണ് അദ്ദേഹം ഇപ്പോൾ ധ്യാന കേന്ദ്രത്തെ വലയം വെച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേ സ്ഥലത്ത് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാന നിമഗ്നനാവാനെത്തുന്നു. നാളെ വൈകുന്നേരം 3:30 വരെ അദ്ദേഹം ധ്യാനം തുടരുമെന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാലാവസ്ഥ അനുകൂലമാണ്, അതുകൊണ്ട് അവിടെ നിന്ന് ധ്യാനം മാറ്റേണ്ട സാഹചര്യവും നേരത്തെ കാരണം കടലിൽ നിന്ന് ഏതാണ്ട് 500 മീറ്റർ ഉള്ളിലാണ് ഈ വിവേകാനന്ദ പാറയും സ്മാരക കേന്ദ്രവും ധ്യാന കേന്ദ്രവും ഒക്കെ ഉള്ളത്. അപ്പോൾ ശക്തമായ മഴയും കടലാക്രമണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സുരക്ഷാ പ്രശ്നവും ബുദ്ധിമുട്ടും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള വിവേകാനന്ദ കേന്ദ്രത്തിലേക്ക് വേണ്ടി വന്നാൽ അദ്ദേഹത്തിന് ധ്യാനം മാറ്റാമെന്നുള്ള തീരുമാനമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അത്തരം ഒരു ബദൽ സംവിധാനവും നേരത്തെ ആലോചിച്ചിരുന്നു. പക്ഷേ നിലവിൽ ഇന്നും ഇന്നലെയുമായിട്ട് കാലാവസ്ഥ അനുകൂലമാണ്, എല്ലാ സാഹചര്യവും അനുകൂലമാണ്. അതുകൊണ്ട് അത്തരത്തിൽ മാറ്റേണ്ട സാഹചര്യമില്ല. പ്രധാനമന്ത്രിയും നമുക്കറിയാം, അദ്ദേഹം വലയം വെച്ച് ഇപ്പോൾ ആ ധ്യാന കേന്ദ്രത്തിന് മുന്നിലെത്തി നിൽക്കുന്നു. അദ്ദേഹത്തിന് ചുറ്റും അദ്ദേഹത്തിന്റെ 4 ഭാഗത്തും ക്യാമറ കണ്ണുകളുണ്ട്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ക്യാമറ കണ്ണുകളുണ്ട്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ പകർത്തുന്നതും നമുക്ക് നമ്മുടെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അദ്ദേഹം ഇപ്പോൾ ആ ധ്യാന കേന്ദ്രത്തിന് ഉള്ളിലേക്ക് കയറാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അദ്ദേഹം ഓരോ ഇടത്തും നിൽക്കുമ്പോൾ അങ്ങനെ വലയം വെച്ച് ഒറ്റ സ്ട്രെച്ചിൽ വലയം വെച്ച് പോവുകയല്ല. അദ്ദേഹം ഓരോ പോയിന്റിലും എത്തുമ്പോൾ അവിടെ കുറച്ചു നേരം നിന്ന് കുറച്ചു സമയം ചിലവഴിച്ച് അദ്ദേഹം പോകുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാനാകുന്നത്. കാരണം ആ ധ്യാന കേന്ദ്രം വലയം വെച്ച് വരാൻ സാധാരണ നിലയിൽ വലയം വെക്കുകയാണെങ്കിൽ ഇതിനോടകം അത് പൂർത്തിയാക്കേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹം ഓരോ സ്ഥലത്തും കുറച്ചു നേരം നിന്ന് അവിടെ ചിലവഴിച്ച് ജപമാല ഉപയോഗിച്ച് അദ്ദേഹം മന്ത്ര ധ്വനികൾ ഉരുവിട്ട് ആണ് അദ്ദേഹം വലയം വയ്ക്കൽ പൂർത്തിയാക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. കാഷായ വേഷം ധരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയും ഉത്തരേന്ത്യയിലെ തെക്കേ ഇന്ത്യയിലെ ഒരു തെക്കേ മുനമ്പിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഓരോ ഘട്ടത്തിലും തെക്കേ ഇന്ത്യയിൽ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ്. പല സംസ്ഥാനങ്ങളിലും പല തവണയാണ് പ്രധാനമന്ത്രി പ്രചരണത്തിനായി പല തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തിയത്. ഇപ്പോൾ ആ പ്രചരണ കോലാഹലങ്ങൾ അവസാനിക്കുമ്പോൾ, ആ പ്രചരണ കോലാഹലങ്ങൾ സമാപിക്കുമ്പോൾ അവസാന ഘട്ടത്തും പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത് തെക്കേ ഇന്ത്യയിലെ ഒരു മുനമ്പിലേക്കാണ് എന്നുള്ളതാണ് ഏറെ പ്രധാനം. വലിയ രീതിയിൽ BJP പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം കന്യാകുമാരിയിൽ തുടരുകയാണ്. അദ്ദേഹം ഈ ധ്യാനത്തിന്റെ ഒരു ഇടവേളയിലാണ് സൂര്യോദയം ആസ്വദിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പുറത്തേക്ക് വന്നത്. ആ സമയത്ത് റിപ്പോർട്ടർ വാർത്താ സംഘം പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. എന്തായാലും